ഇന്നത്തെ വീഡിയോ കുറച്ച് സങ്കടമുള്ള ഒരു വീഡിയോ. സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഉച്ചയ്ക്ക് ഒരു 12 മണിയോടുകൂടി കോഴിക്കോട് ഭാഗത്ത് ഓടിക്കൊണ്ടിരുന്ന ഒരു കാറ് കത്തി നശിച്ചു. കാർ ഓടിച്ചിരുന്ന ഡ്രൈവർ പുറത്തിറങ്ങാൻ പറ്റാതെ അതിനുള്ളിൽ വെന്തു മരിച്ചു. കോഴിക്കോട് കോന്നാട് ബീച്ചിന് സമീപത്ത് വെച്ചാണ് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് അപകടമുണ്ടായത്. ഡ്രൈവർ വെന്തു മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ദാരുണമായ കാര്യം. ഇവിടെ വല നെയ്തുകൊണ്ടിരുന്ന മത്സ്യത്തൊഴിലാളികളാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. അവർ കാണുമ്പോൾ ഈ കാർ തീപിടിച്ച ശേഷം സമീപത്ത് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ഇവർ ഓടിക്കൂടുമ്പോഴേക്കും വളരെ വലിയ രീതിയിൽ ഒരു പൊട്ടൽ ശബ്ദത്തോടുകൂടി തീ ആളിപ്പടരുന്നു എന്നുള്ളതാണ് ഒരു ദാരുണ അന്ത്യം തന്നെ അല്ലേ. നമുക്കതിന്റെ വീഡിയോ ചാനലിലൂടെ കാണുമ്പോൾ തന്നെ വലിയ പ്രയാസം തോന്നി. ഞാനിത് ഒരുവിധം ചാനലുകളിലൊക്കെ ഇതിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ കാണുമ്പോൾ നമുക്ക് ആ ആൾക്ക്, ആ ഡ്രൈവർ ആയിട്ടുള്ള ആൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധത്തിൽ എന്താണ് അവിടെ ഈ തീ പിടിക്കുന്ന കാറിന്. ഇത് ആദ്യത്തെ സംഭവമല്ല, മുമ്പും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരു പിഞ്ചു കുഞ്ഞടക്കം ഇതുപോലെ കാറിനകത്ത് പെട്ട് പുറത്തുനിന്ന് ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യാനും പറ്റില്ല. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഒന്ന്, ഡോറ് തുറക്കാൻ കഴിയുന്നില്ല. രണ്ടാമത്തത്, സീറ്റ് ബെൽറ്റ് ഇട്ട് ഓടിക്കുന്ന ആളുകൾ. എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിക്കണമല്ലോ. അപ്പൊ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് ഓടിക്കുകയാണെങ്കിൽ ഈ സീറ്റ് ബെൽറ്റ് തീ പടരുന്നതോടുകൂടി സീറ്റ് ബെൽറ്റിന്റെ അത് മുറുകി പോകുന്നു. അത് അഴിച്ചെടുക്കാൻ ഈ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കോ അല്ലെങ്കിൽ സഹയാത്രികരായിട്ടുള്ള ആളുകൾക്കോ സീറ്റ് ബെൽറ്റ് ഇട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെയും അത് സംഭവിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് സീറ്റ് ബെൽറ്റ് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന് ഡോറ് അവർക്ക് തുറക്കാൻ ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും എനിക്ക് തോന്നുന്നു ഡോറ് പോലും തുറക്കാതെ അത് ലോക്കായി പോകുന്നത് ഈ പെട്ടെന്ന് തീ പടരുമ്പോൾ ചൂട് പിടിക്കുന്നത് ലോഹത്തിന്റെ ആണല്ലോ ഡോറൊക്കെ. അപ്പൊ ഈ ലോഹ മെറ്റൽ ആയതുകൊണ്ട് ചൂടാവുമ്പോൾ അതിന് വികാസം സംഭവിക്കും. അപ്പൊ ഈ ഡോർ അങ്ങ് ജാം ആവുകയാണെന്നൊരു സംശയം എനിക്കുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ വിവരങ്ങൾ അറിയുന്നവർ കമന്റ് ചെയ്യണം. ഈ ഇന്നത്തെ വീഡിയോ ഞാനിങ്ങനെ ചെയ്യാൻ കാരണം ഇങ്ങനത്തെ സംഭവങ്ങൾ, നമ്മളൊക്കെ വണ്ടി ഓടിച്ചു പോകുന്നവരാ. അപ്പൊ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് അറിയാവുന്ന ആളുകൾ ഉണ്ടാവും. അവര് കമന്റായിട്ടോ മറ്റോ ഒക്കെ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ പറഞ്ഞു തരുമ്പോൾ നമുക്കത് എന്താ പറയുക, അനുസരിക്കാനും അതുപോലെ പ്രവർത്തിക്കാനും പറ്റും. ഒരു വീഡിയോ ഞാൻ കണ്ടത് ഇങ്ങനെ സീറ്റ് ബെൽറ്റ് മുറുകി പോകുന്നു, അല്ലെങ്കിൽ തീ പിടിക്കുന്ന കാറിന് സീറ്റ് ബെൽറ്റ് ലോക്ക് ആവുന്നു. അപ്പൊ നമ്മുടെ കാറിനകത്ത് ഡാഷ്ബോർഡിലോ മറ്റൊരു ചെറിയ കത്തി നമ്മളെപ്പോഴും കൈവശം വെക്കുക. അതെപ്പോഴും മൈൻഡിൽ ഉണ്ടാവുക. ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ ഇങ്ങനൊരു സാധനം ഞാൻ മുൻകൂറായി കരുതി വെച്ചിട്ടുണ്ട്, ഒരു കത്തി. ആ കത്തി കൊണ്ട് നമുക്ക് ഈ സീറ്റ് ബെൽറ്റിന്റെ എന്താ പറയുക, ആ ഭാഗം മുറിച്ച് മാറ്റി രക്ഷപ്പെടാൻ കഴിയും. രണ്ടാമത്തെ ഒരു കാര്യം കാറിനകത്ത് നമ്മൾ സൂക്ഷിക്കേണ്ടത് ഒരു ചെറിയ ചുറ്റിക. ലോക്കായി ഗ്ലാസ് പൊട്ടിച്ച് നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഗ്ലാസ് നമുക്ക് പൊട്ടിച്ചിട്ട് പുറത്ത് കിടക്കാം. അങ്ങനെ ഒരു വീഡിയോ ഒരാൾ ചെയ്തത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു സംഭവം അന്ന് ഞാനത് വളരെ കാഷ്വലായിട്ട് കണ്ടതാ. കാരണം ഇങ്ങനെയൊക്കെ ഒരു പ്രിക്കോഷൻസ് എടുത്ത് കാറിനകത്ത് കത്തിയും ചുറ്റിയൊക്കെ കൊണ്ട് വെക്കണോ എന്നിങ്ങനെ ആലോചിച്ചിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു വീഡിയോ കൂടെ കണ്ടപ്പോൾ എനിക്ക് ഏതാണ്ട് ഉറപ്പായി. കാരണം ആർക്കും എപ്പോഴും സംഭവിക്കാം. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം എന്ന് നമ്മൾ പരതുമ്പോൾ ആ ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു ചുറ്റികയോ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു ജീവൻ, വലിയൊരു ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. മറ്റെന്തെങ്കിലും ഉപായങ്ങൾ, രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.